കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരെ വീടുകളിൽ ചെന്നിട്ട് അവരെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഗർഗർ ശൗര്യ സമ്മാൻ മഹോത്സവ്. जो हमारा जवान देश के लिए अपना जान बलिदान दिया, उनका घर में जाके उनको उनका हालचाल और उनका कोई कमियां पूछ के और കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച വീരജവാന്മാരെയും കുടുംബക്കാരെയും ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഗർഗർ ശൗര്യ സമ്മാൻ മഹോത്സവ് എന്ന പരിപാടിയുടെ ഭാഗമായാണ് ബാക്കി ഉദ്യോഗസ്ഥർ പട്ടാളക്കാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നത്. നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. है मेरी ज़मीं अफसोस नहीं जो तेरे लिए जय हिंद. नमस्कार. मेरा नाम नैस्मिता किंग्सली. 26वां कारगिल विजय दिवस के अवसर पर गरगर शौर्य सम्मान योजना के नाम पे अपने देश के शूरवीरों के परिवार का आभार प्रकट करने कारगिल सेक्टर इंडियन आर्मी से आया हूँ. इस डिटेल मुझे मिला, इसको मैं बहुत बड़ा गर्व महसूस करता हूँ, क्योंकि ये एक ऐसी डिटेल है जो हमारा जवान देश के लिए अपना जान बलिदान दिया, उनका घर में जाके उनको उनका हालचाल और उनका कोई कमियां पूछ के और उनको मोमेंट दे के उनका गौरवित हम कर रहे हैं. अभी हम सबको पता है 1999 के कारगिल वॉर में हमारे देश की वीर सूरों ने आदम्य साहस, दृढ़ कौशल और युद्ध कौशल के साथ अपना लड़ाई दुश्मन को उन चोटियों कारगिल, द्रास, बटालिक से भागने में मजबूर किया और जीत हासिल किया. हमारा वीर जवान गन्नर सिजू कुमार एमओ, जिन्होंने उस समय 4 फील्ड रेजिमेंट में सर्विस कर रहे थे, उन्होंने इस कारगिल लड़ाई में बहुत योगदान दिया और दुश्मन का सेलिंग से घायल होकर अपना जान देश के लिए बलिदान दिया. हम आज उनके परिवार, उनके सिस्टर सपना मैम को और उनके परिवार को इंडियन आर्मी और भारत देश उनके लिए बहुत बहुत धन्यवाद कहता है और उनको हमारा सराहना है.
और हम ये कहते हैं इस समय उनका परिवार को इंडियन आर्मी कभी भी अलग नहीं छोड़ेगा और उनका साथ हमेशा रहेगा। इसी के साथ हम एक मोमेंटो उनको पेश कर रहे हैं। उनका सिस्टर श्रीमती सपना जी को प्लीज़ उनको दया दिल से उसको स्वीकार करें। ഞാൻ RHM രജീഷ്, കാർഗിൽ സെക്ടറിൽ നിന്നും ഞങ്ങളൊരു ടീം ഗർഗർ ശൗര്യ സമ്മാൻ അതിനുവേണ്ടി ഇന്ന് ട്രിവാൻഡ്രത്തെത്തിയിരിക്കുകയാണ്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച എല്ലാ വീരജവാന്റെ വീട്ടിൽ ചെന്ന് അവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കാനും അവരുടെ സമ്പർക്കം പുലർത്താനും വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, 99-ലെ ലഡായി മെയ് 26-ന് തുടങ്ങി 62 ദിവസത്തെ യുദ്ധം ജൂലൈ 26-ന് അവസാനിച്ചതാണ്. അതിനിടയിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് വീരമൃത്യു വരിച്ച ജവാന്മാരുണ്ട്. അതിലൊരാളാണ് നമ്മുടെ ഷിജു എംഒ സാർ. ഗണ്ണർ ഷിജു എംഒ സാറ് 97-ൽ എൻറോൾമെൻ്റ് ആയിട്ടുള്ള ആളാണ്. 4 ഫീൽഡ് റെജിമെൻറ്റിൽ പോസ്റ്റിംഗ് ആയിരുന്നു. അവിടെ നിന്നും യുദ്ധകാലത്ത് വെടികൊണ്ട് ആ സമയത്ത് അവരെ എടുത്തിട്ടാണ് അദ്ദേഹം ബങ്കറിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയിരുന്നത്. ആ സമയത്താണ് സാറിന് ഷെല്ലാക്രമണം സംഭവിക്കുന്നത്. ആ ഒരു നിമിഷത്തിലാണ് സാറ് അവിടെ രണ്ടുപേരും വീരമൃത്യു വരികയാണ് ഉണ്ടായത്. ഇന്നും ഞങ്ങൾ 5 പേര് അവിടെ നിന്ന് വന്നത് ഞങ്ങൾ അത്രയും അഭിമാനം കൊള്ളുന്നു സാറിൻ്റെ ഇങ്ങനെ ഒരു ചടങ്ങിൽ ചെയ്യാൻ പറ്റിയത്. ജയ് ഹിന്ദ്. രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചത് എനിക്ക് വളരെ, എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ അഭിമാനം. ഈ ഗർഗർ ശൗര്യ സമ്മാൻ മഹോത്സവം എന്ന് പറഞ്ഞ ഒരു പരിപാടിയുടെ ഭാഗം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരെ വീടുകളിൽ ചെന്നിട്ട് അവരെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഗർഗർ ശൗര്യ സമ്മാൻ മഹോത്സവം. അതിൽ ഞങ്ങൾ കാർഗിൽ സെക്ടറിൽ നിന്നും ഒരു JCOൻ്റെ അണ്ടറിൽ 5 ജവാന്മാർ ഇന്ന് കേരളത്തിൽ ട്രിവാൻഡ്രത്ത് എത്തിയിരിക്കുകയാണ്. ട്രിവാൻഡ്രത്തുള്ള ശ്രീ ഗണ്ണർ ഷിജുകുമാർ MO സാറിൻ്റെ വീട്ടിലാണ് ഇന്ന് നമ്മളുള്ളത്. സാറിൻ്റെ കുടുംബത്തെ, അതായത് സാറിൻ്റെ സിസ്റ്റർ സപ്ന മാഡത്തിനെ ആദരിക്കാനാണ് ഞങ്ങൾ അവിടെ നിന്ന് എത്തിയിരിക്കുന്നത്. ഷിജുകുമാർ സാറ് 99 ലഡായിൽ ഷെല്ലാക്രമണത്തിൽ വീരമൃത്യു വരിച്ചായിരുന്നു. ഇന്ന് ഈ നിമിഷത്ത് നമ്മൾ ആ പ്രോഗ്രാം ചെയ്യുന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ജയ് ഹിന്ദ്. എത്ര വീടുകളിലാണ് ഇന്ന് ഒരു സന്ദർശനം നടത്തുന്നത്? ഇത് ഞങ്ങൾ ഏകദേശം ഒരു 2 മാസത്തെ പ്രോഗ്രാമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോ ദിവസം നമുക്ക് അത്രേ പറ്റത്തുള്ളൂ. ഓരോരു ഡിസ്ട്രിക്റ്റ് അങ്ങനെ സൗത്ത് സോണിൽ മൊത്തം നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൗത്ത് സോണിൽ ഇപ്പം ഇന്ന് ട്രിവാൻഡ്രത്താണ്, നാളെ കൊല്ലം, ആലപ്പുഴ, മൂവാറ്റുപുഴ അങ്ങനെ മൊത്തം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കർണാടക, ആന്ധ്രാപ്രദേശ് എല്ലായിടത്തും സൗത്ത് സൈഡിലുള്ള എല്ലാ 99 ലഡായിൽ വീരമൃത്യു വരിച്ച എല്ലാവരുടെയും വീട്ടിലും നമ്മൾ പോകുന്നുണ്ട്. ധീര ജവാൻ ഷിജുകുമാറിൻ്റെ സഹോദരിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ശരിക്കും എനിക്കിപ്പോൾ ഒന്നും പറയാനായിട്ടൊന്നും, ശരിക്കും ഇതിലൊരു വളരെ അഭിമാനമുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാം. പിന്നെ ഒരു നഷ്ടമെന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത ഒരു നഷ്ടമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഒരു അഭിമാനം എന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നുള്ളൂ. കൂടുതലായിട്ടൊന്നും പറയാൻ
ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ഒരു ധീര ജവാന്റെ വീട്ടിൽ മാത്രമല്ല സന്ദർശനം നടത്തുന്നത്. 2 മാസത്തെ ഒരു പരിപാടിയാണ് ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാർഗിൽ യുദ്ധത്തിൽ മരിച്ച ജവാന്മാരുടെ പല ജവാന്മാരുടെ വീടുകളിലും സന്ദർശനം നടത്തുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര MP.